ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ ദാസന്മാരും ദൈവത്താൽ അനുഗ്രഹീതരുമായ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, ഈ നല്ല ദിവസവും സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനം പറയാൻ ലഭിക്കുന്ന ഈ അവസരത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ ഓരോരുത്തരോടുമുള്ള ദിവ്യാലോചനയ്ക്കുള്ള മുഖാന്തരമാണിതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ രക്ഷിതാവും കർത്താവുമായ മഹാദൈവത്തെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തന്ന് അതിൻ്റെ ആഴത്തിൽ കിടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമുള്ള ആത്മീക ദൂത് വെളിപ്പെടുത്തിയും ബോധ്യപ്പെടുത്തിയും തരുവാൻ, അത് പറയേണ്ടവണ്ണം പറയുവാൻ കൃപ തരുന്നതിന് നന്ദി കർത്താവേ, നന്ദി എന്നൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ പാതാരവിന്ദത്തിലിരുന്ന് സ്തോത്രം കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി തീർന്നു, കഷ്ടരാത്രികൾ എനിക്ക് ഓഹരിയായി തീർന്നു. വ്യർത്ഥമാസങ്ങളും കഷ്ടരാത്രികളും. പാവം ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായിരിക്കുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം തൻ്റെ ഈ കാലഘട്ടത്തെ വിലയിരുത്തിയിട്ട് പറയുകയാണ്, എൻ്റെ പല മാസങ്ങളും വ്യർത്ഥമായിപ്പോയി, പല രാത്രികളും കഷ്ടമായിപ്പോയി. അങ്ങനെ തൻ്റെ ലൈഫിലെ മാസങ്ങൾക്ക് വ്യർത്ഥമാസങ്ങൾ എന്ന് പേരിട്ടു, രാത്രികൾക്ക് കഷ്ടരാത്രികൾ എന്ന് പേരിട്ടു. ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല, എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കുകയില്ല. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ശാരീരിക വ്യഥകൾ, നമ്മുടെ കുടുംബപരമായിരിക്കുന്ന വിഷയങ്ങൾ, ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഓരോ രീതിയിലായിരിക്കും കാര്യങ്ങളുടെ പ്രതികരണവും പ്രതിഫലവും ഒക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് 7-ാം അധ്യായം അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ മർത്യന് ഭൂമിയിൽ യുദ്ധസേവ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യുദ്ധസേവ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജീവിതം, മർത്യൻ എന്നുദ്ദേശിച്ചത് എല്ലാവരും രാജാവൊന്നും അല്ലല്ലോ, സാധാരണക്കാരായ കുടിലിൽ ജീവിക്കുന്നവരുമുണ്ട്. പക്ഷെ രാജാവിന് മാത്രമല്ല ഈ ഭൂമിയിൽ യുദ്ധസേവയുള്ളത്. എല്ലാ മനുഷ്യരും ഈ ഒരു ആയുസ് യുദ്ധത്തിലാണ്. നിങ്ങൾ എത്ര പേരതറിയുന്നു എന്നെനിക്കറിയില്ല. സേനാവിമോചനം എന്നൊരു വാക്ക് സഭാപ്രസംഗിയിൽ ശലോമോൻ പറയുന്നുണ്ട്. ഈ ആയുസ്സിൽ സേനയിൽ നിന്ന് വിമോചനമില്ല. പട്ടാളക്കാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, 10-15 വർഷങ്ങൾ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചു കഴിയുമ്പോൾ വിമോചനം ഉണ്ടാകും, വിമുക്ത ഭടനാകാം. പക്ഷെ ജീവിതമെന്ന സമരപ്പന്തലിനകത്ത് നിന്ന് ആർക്കും ഒഴിവില്ല. ജീവിതം ഒരു പോർക്കളമാണ്, യുദ്ധമുഖമാണ്. ജീവിതമാകുന്ന യുദ്ധസേവയിൽ നിന്ന് മരിക്കുമ്പോഴല്ലാതെ വിമോചനമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അതിനകത്ത് പറയപ്പെട്ടിരിക്കുകയാണ്, ഈ ആയുസ്സിൽ, ഈ ജീവിതത്തിൽ ചില മാസങ്ങൾ വ്യർത്ഥമാസങ്ങളായിപ്പോയി. മന്ത് ഓഫ് എംപ്റ്റിനെസ് എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക്. ശൂന്യമായ കാലിയായിപ്പോയ മാസങ്ങൾ. ഞാനൊരു വർഷാവസാന മാസത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് 10-15-ാം തീയതി ആയി. ഇനി 10-16 ദിവസം കൊണ്ട് ഈ വർഷം തീരും. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. ഒരായുസ്സിൽ നമുക്ക് എത്ര മാസം കിട്ടുമെന്നുള്ളത് അവനവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം പോലെ ഇരിക്കും. ഈ വർഷത്തിൽ 12 മാസങ്ങളിൽ നമ്മൾ കണക്കൊന്നും നോക്കാറില്ലെങ്കിലും നമ്മുടെ എല്ലാ മാസവും നിറവിൻ്റെ മാസങ്ങളായിരുന്നു. നമ്മുടെ എല്ലാ മാസവും ഒരു തൃപ്തിയുടെ മാസങ്ങളായിരുന്നു. അതെയോ പല മാസങ്ങളും മന്ത് ഓഫ് എംപ്റ്റിനെസ് ആയിരുന്നു. എന്ന് പറയുന്നത് ബാങ്കിൽ പണം കൂടിയോ
പേഴ്സ് നിറഞ്ഞോ, നിങ്ങൾ അരേക്കർ സ്ഥലം മേടിച്ചോ, നിങ്ങൾ കാറ് മാറിയോ, നിങ്ങളുടെ അലമാരിയിൽ വസ്ത്രം കൊണ്ട് നിറഞ്ഞോ എന്നത് മാത്രമല്ല കേട്ടോ. ആത്മീകമായിട്ട് ഒരു ശൂന്യതയുടെ മാസം. അതിപ്പോൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത്യാവശ്യം പൊത്തുവരുത്തും പ്രാർത്ഥനയും പള്ളിപ്പൊക്കെയാണ് നമ്മൾ ഒതുക്കുകയല്ലേ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, അങ്ങനെ അല്ലല്ലോ വേണ്ടത്. ആത്മീക ഭൗതിക ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിട്ടുണ്ട്. യുദ്ധവും യുദ്ധസേവയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ശരി തന്നെ. പക്ഷെ നമുക്ക് തരുന്ന ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ ആണ്ടുകളും വാസ്തവത്തിൽ എന്തിനു വേണ്ടി? മാസങ്ങൾ ശൂന്യമായി പോവുക. അത് നമ്മുടെ കണക്ക് നോക്കിയെങ്കിലല്ലേ ഈ മാസം നമ്മൾ എം ടി ആയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ എക്കണോമിക്കലായിട്ട് സാമ്പത്തികത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല നോക്കുന്നത്, ചോദിക്കുന്നത്, പറയുന്നത്. പിന്നെയോ സ്പിരിച്വലി ഒരു എംറ്റിനെസ് ഫീൽ ചെയ്ത മാസങ്ങൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവരും കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടവരും അല്ലേ. സാധാരണ രീതിയിൽ പോയി വന്നു എന്നതിനപ്പുറം സ്വർഗീയമായതെന്തെങ്കിലും ജനുവരി മാസത്തിൽ നമുക്കൊണ്ട് കിട്ടിയോ? ഫെബ്രുവരിയിൽ, ഏപ്രിൽ, മെയ്, മാർച്ച്, ഇത് കഴിഞ്ഞ നവംബർ. ഇല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന മാസത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചുകൂടെ? എംറ്റിനെസ് ആകുന്ന മാസങ്ങൾ, അതിന് എന്തിനകത്തോ ആയിക്കോട്ടെ, ആത്മീകമായിട്ട് ഫുൾഫിൽനെസ്. എംറ്റിനെസ്സിൻ്റെ ഓപ്പോസിറ്റ് അതായിരിക്കുമല്ലോ, നിറവിൻ്റെ മാസങ്ങൾ. അങ്ങനെ തന്നെ വേദപുസ്തകത്തിലുണ്ടല്ലോ, നിറയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഓരോ മാസങ്ങളെയും നമുക്കൊന്ന് ഷെഡ്യൂൾ ചെയ്ത് ആത്മീകമായിട്ട് എം ടി ആയി പോകാതെ. ഒന്നും നടന്നില്ല, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, പക്ഷെ ചിലത് നമ്മളിൽ നിറയണം. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ചിലരോട് സുവിശേഷം പറയാൻ, നമുക്ക് ചില അവസരങ്ങൾ, സാക്ഷ്യം പറയാനെങ്കിലും ചില മുഖാന്തരങ്ങൾ, 10 പേരുടെ മുമ്പിലെങ്കിലും പ്രസംഗിക്കാൻ, ശുശ്രൂഷിപ്പാൻ. ഒരു മാസവും എം ടി ആയി പോകല്ലേ ആത്മീകമായിട്ട്. ബാക്കി കിടക്കുന്ന 10-16 ദിവസങ്ങൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാമോ? കഴിഞ്ഞ ആണ്ടുകളിലെ പല കാരണങ്ങൾ കൊണ്ട് രോഗം വന്നു, ആസ്പത്രി പോകേണ്ട വന്നു, പെട്ടെന്നുണ്ടായ ചില പ്രയാസങ്ങൾ കൊണ്ട് ഓടി നാട്ടിൽ വരേണ്ടി വന്നു. ഈ കഴിഞ്ഞൊരാണ്ടിൽ 4-3 പ്രാവശ്യം വീട്ടിൽ ഓടി നാട്ടിൽ വന്ന് ടിക്കറ്റ് കാശും എല്ലാം കൂടി ചിലവായി. എം ടി ആയി, കടമായി. അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ അടുത്ത 16 ദിവസങ്ങളൊന്ന് സെറ്റ് ചെയ്തുകൂടെ? ദൈവമേ, അടുത്ത ആണ്ടുകൾ എന്നെ കാലിയാക്കുന്ന മാസങ്ങളുണ്ടാകല്ലേ. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളും, പ്രത്യേകിച്ച് ഡ്രൈവറൊക്കെ, വണ്ടി ഓടിക്കുന്നവരൊക്കെ 4 പ്രാവശ്യം അപ്രതീക്ഷിതമായി ടെൻഷൻ കയറി, സിഗ്നൽ തെറ്റിച്ചു, എന്തെങ്കിലും വന്നു, എവിടെയെങ്കിലും പോയി തട്ടി മുട്ടി. എം ടി ആകാൻ എന്തൊരു നേരം വേണം. അറിയാത്ത വഴിയിലൂടെ പണം ചോർന്നു പോയി. വീട്ടുപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന അമ്മമാർ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു, ഫ്രിഡ്ജ് അടിച്ചു പോയി, വാഷിംഗ് മെഷീൻ പോയി, ഓവൻ പോയി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു. എം ടി ആകാൻ എത്ര നേരം വേണം? വണ്ടി ഓടിച്ചൊക്കെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് ചെത്തി നടക്കുന്ന നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒപ്പിച്ചാൽ ഒരായുസ് അപ്പൻ മരുഭൂമി കിടന്നുണ്ടാക്കിയത് മുഴുവൻ എം ടി ആകാൻ ഒറ്റ മാസം വേണോ? ഓർത്തു നോക്കി. ഈ വേദപുസ്തകത്തിൽ പലരും കഷ്ടപ്പാടിൻ്റെ നടുവിൽ പറഞ്ഞ വാക്കുകളൊക്കെ ചുമ്മാ പ്രഹസന വാക്കുകളായിട്ട് കരുതാതെ, ഇങ്ങനൊരു വാക്യം തിരുവെഴുത്തിൽ പൂർവകാലത്ത് എഴുതി വെച്ചത് ഈ വർഷാവസാന മാസത്തിൽ പറയുന്നത് വെറുതെയാണെന്ന് വിചാരിക്കാതെ, മനുഷ്യനായ രോഗം വരും, ഉപകരണങ്ങളായ കേടുവരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാതെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പാ, 2025 ഞങ്ങളെ എം ഡി ആക്കിയ ചില മാസങ്ങളുണ്ടായി. എൻ്റെ അച്ചായനെ കൊണ്ട് ആശുപത്രി കയറി. എത്ര ദിവസമായിരുന്നു, ഒരു പണിയും നടന്നില്ല. ഞാനൊരു സാധാരണ കൈത്തൊഴിൽ ചെയ്താൽ ജീവിക്കുന്നത്, പക്ഷേ ഇതോടുകൂടെ
അതുമില്ല ഇതുമില്ല, എല്ലാം ഒരു മിസോർഡറിലായി. ഞങ്ങളുടെ ലൈഫ് കഴിഞ്ഞ വർഷം എന്നെ ആക്കിയ, കടം മേടിക്കേണ്ടി വന്ന, ലോൺ എടുക്കേണ്ടി വന്ന ചില മാസങ്ങൾ ജീവിതത്തിൽ വന്നു. മന്ത് ഓഫ് എംപ്റ്റിനെസ്. അടുത്ത കൊല്ലം അതുണ്ടാകല്ലേ. വേലി കെട്ടാൻ പറ ദൈവത്തോട്. ഒരു കൂലിക്കാരനോട് പറയുന്ന പോലല്ല, ഒരു യജമാനൻ്റെ മുമ്പിൽ ഒരു ദൈവപൈതലിനെ പോലെ കൂപ്പുകയോട് പറ, വേലി പൊളിഞ്ഞു കിടക്കുക അപ്പാ, വേലി കെട്ടിത്ത. വരാനിരിക്കുന്ന വർഷത്തിൽ കഷ്ടരാത്രികൾ വരാതെ, നഷ്ടമാസങ്ങൾ വരാതെ, എംപ്റ്റിനെസ് ഉണ്ടാകാതെ നിറവുകൾ വരട്ടെ. കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടട്ടെ, നിങ്ങൾക്ക് പ്രൊമോഷനുകൾ കിട്ടട്ടെ, ആത്മീകമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ. സ്പിരിച്വലി നിങ്ങൾ എംപ്റ്റി ആകാതെ, ഫിനാൻഷ്യലി, ഹെൽത്ത് ലെവൽ, ഫാമിലി, ഒരിടത്തും നിങ്ങൾ മന്ത് ഓഫ് എംപ്റ്റിനെസ് അടുത്ത വർഷം ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോഴേ ഞാൻ നേരത്തെ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ദൂതുകളെല്ലാം മനസ്സിൽ നിന്ന് കുടഞ്ഞിട്ട് പറയുക. ഒരു വാക്കെങ്കിലും നിങ്ങൾ മനുഷ്യരാണെങ്കിൽ, ദൈവഭക്തിയുള്ളവരാണെങ്കിൽ ഇത് കേട്ടിട്ട് ഹായ് കൊള്ളാം എന്നൊന്നും പറയാതെ ഒരു വാക്കെങ്കിലും ദൈവത്തോട്, എൻ്റെ വേലി കെട്ടി അടച്ച് എംപ്റ്റി ആകാതെ, എൻ്റെ പാത്രത്തിൻ്റെ ചോർച്ചകൾ അടച്ച് എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് കരുതണേ, എംപ്റ്റി ആക്കല്ലേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകൾ കർത്താവ് തന്നതിന് നന്ദിയപ്പ. പരിശുദ്ധാത്മാവേ, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ, എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെ, ഒപ്പം എന്നെ കേൾക്കുന്നവരെല്ലാവരെയും സമർപ്പിക്കുന്നു. മന്ത് ഓഫ് എംപ്റ്റിനെസ് എന്നൊരു വാക്ക് ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഒരു മാസവും വരാനിരിക്കുന്ന വർഷം ദൈവം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളെ കാലിയാക്കരുത്. ഞങ്ങൾ നിറയണം. കഴിഞ്ഞ നാടുകളിലെ കെടുതികളെല്ലാം മാറി ഫുൾഫിൽനെസ് ആകണം. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.